എന്തിനാ സമസ്ത ഉണ്ടായത്? തനിച്ച സ്വതന്ത്രവാദത്തിലേക്ക്, സൂഫിസം എന്ന കറുത്തിരുണ്ട ആശയത്തിലൂടെ ലോകത്ത് പ്രചാരം നേടിയ സ്വതന്ത്രവാദത്തിലേക്ക് ഇസ്ലാമിനെ അവമതിക്കുക, അതിന്റെ പ്രമാണങ്ങളെ കരിവാരിത്തേക്കുക, അതിന്റെ സുന്ദരമായ ചരിത്രത്തെ തച്ചുടക്കാൻ നോക്കുക എന്ന ആ സൂഫി ആശയത്തിലേക്കാണ് സമസ്ത ജനങ്ങളെ വിളിച്ചത്. ഇത് വെറുതെ പറയല്ല കേട്ടോളിയും. കാവി സൂഫികൾ കേരളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാവി സൂഫികൾ എന്താ കാവി സൂഫികളുടെ ആശയം? അവർ പറയട്ടെ കേട്ടോളി. സൂഫിസം എന്നാൽ അത് വിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഫിഅലും ഖൗലും ഹാലും സിറും അടങ്ങിയതാണ്. ഫിഅലിനെ ശരീഅത്ത് എന്നും അതേപോലെ തന്നെ അവിടുത്തെ ഖൗലിനെ ശരീഅത്ത് എന്നും ഫിഅലിനെ ത്വരീഖത്ത് എന്നും അഹ്വാലുകളെ ഹഖീഖത്ത് എന്നും അസ്റാറുകളെ മഅരിഫത്ത് എന്നും വിളിക്കപ്പെടുമ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളെ സമ്പൂർണ്ണമായി പിന്തുടരലാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ദൗത്യം, അവന്റെ നിർബന്ധ ഘടകം. കേട്ടല്ലോ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, സമസ്തയുടെ ആശയം ഷിയ ആശയമാണ്, സൂഫി ആശയമാണ്. അത് ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തുമാകുന്ന ഷിയ തൗഹീദാണ്. ആ തൗഹീദ് ഈ കാവി സൂഫികൾ കേരളത്തിൽ ഛർദിച്ചു. ഇന്ന് മാത്രമല്ല, സമസ്ത കാലം മുതലേ ഛർദിച്ചു പോരുകയാണ്. സമസ്ത സൂഫിസവുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ മുഴുവൻ എടുത്തു നോക്കുക. ഇതിപ്പോ റിസാല, പുതിയ റിസാലയാണ്. ഇതിൽ സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിയാർ ഇതേ കാര്യം, ഈ ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തും അത് വെള്ളപൂശി സ്ഥാപിക്കാൻ ലേഖനം എഴുതി. പിന്നെ ഈ സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൽമുനീർ പോലെയുള്ള സാധനങ്ങൾ അതെന്തിനാ? ഈ സൂഫിസം വെളുപ്പിക്കാനാണ്. ഈ സൂഫിസം എവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്? ലയന സിദ്ധാന്തമാണ്. എല്ലാവരിലേക്കും അള്ളാഹുവിന്റെ വെളിച്ചം വന്ന് അവസാനം എല്ലാവരും അള്ളയായി മാറുന്ന ഈ അശുദ്ധമായ മറിമായത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന കടുത്ത അന്ധവിശ്വാസം. അതാണ് വഹരത്തുമാല വ്യാഖ്യാനം. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ഉദ്ന ഇല്ലല്ലാ, ലാ നഫ്സ ഇല്ലല്ലാ, എല്ലാം അള്ളയല്ലാതെ ഒന്നുമില്ല. അദ്വൈത അവതാര സങ്കല്പങ്ങളിലേക്ക്, ജൂത ക്രൈസ്തവന്റെ ശങ്കരാചാര്യരുടെ അദ്വൈത അവതാരവാദത്തിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ കറുത്തിരുണ്ട സൂഫിസം, അതാണ് സമസ്ത. അത് ഇവരിലൂടെ ചീർത്ത് വീർത്ത് കൂടുതലായി പൊട്ടിയെന്ന് മാത്രം. അപ്പൊ കാന്തവരെ എതിർക്കാൻ വന്നു ഈ സമസ്ത, എല്ലാവരും എതിർക്കാൻ വരെ. എന്തിനെ എതിർക്കണത്? സ്വന്തം ആശയത്തെ. അഭിമാനിക്കല്ലേ വേണ്ടത്, അല്ലേ? അവർ അത്ഭുതം കൂറല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പിരടിയിൽ വെച്ച് കെട്ടും. നിങ്ങൾ തന്നെ തിരുത്തി മാപ്പ് പറയാതെ സൂഫിസത്തെ വെളുപ്പിക്കാൻ എഴുതപ്പെട്ട ലേഖനങ്ങളും ചർച്ചകളും പ്രസിദ്ധീകരണങ്ങളും എടുത്തു കത്തിച്ച് അതിന്റെ അടയാളങ്ങൾ അല്പം പോലുമില്ലാതെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ കാവി സൂഫിസം എന്ന പേര് മാറ്റുള്ളൂ. ഇതെവിടെ എത്തിയറിയോ? സാക്ഷാൽ ഖാസിമി കേട്ടോളി, സാക്ഷാൽ ഖാസിമി പറയട്ടെ കേട്ടോളി. പ്രവാചകന്മാർ ഒക്കെ വരുന്നത് സാമൂഹിക ക്രമങ്ങൾ നാശമാകുമ്പോൾ ആ സാമൂഹിക ക്രമങ്ങളെ നേരെ നിർത്താൻ വേണ്ടി വരുന്നവരാണ് പുണ്യപുരുഷന്മാർ. ഹിന്ദുമതത്തിലെ അവതാരങ്ങൾ എന്ന് പറയുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് അർജുനനോട് ഗീതോപദേശിക്കാണ് കൃഷ്ണൻ. അപ്പോൾ എവിടെയൊക്കെ അധർമ്മം വരുന്നു ആ അധർമ്മത്തിനെ മാറ്റിയിട്ട് ധർമ്മം സ്ഥാപിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയാതെ വരും. അപ്പോഴാണ് ഈ വലിയൊരു വ്യക്തി എന്നൊരു കൺസെപ്റ്റിലേക്ക് ചരിത്രം വരുന്നത്. കേട്ടല്ലോ നിങ്ങൾ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിച്ചു പോകുന്ന സാധാരണക്കാരെ, നിങ്ങളോട് തൊണ്ട പൊട്ടി പറയുന്നു, മനസ്സിടറി പറയുന്നു, ശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ നിന്ന് സർവമതങ്ങളും സത്യമാണെന്ന അശുദ്ധമായ ആശയത്തിലേക്ക് ഒരു നൂറ്റാണ്ടുകാലമായി സമസ്ത നിങ്ങളെ ഒളിച്ചു വിളിക്കുന്നു. ഇപ്പോൾ അത് പരസ്യപ്പെടുത്തുകയാണ്. കാരണം 100 വയസ്സാകുകയാണല്ലോ. 100 വയസ്സാകുമ്പോ അവനവന് ബാധിച്ച ചിലതൊക്കെ പുറത്തു വരും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള കൊഴുപ്പ് കൂടി, അത് അവിടെയുള്ള വീക്കം കൂടി, അവിടെയുള്ള നീർക്കെട്ട് കൂടി, അത് പുറത്തേക്ക് വരുന്ന ഒരു പ്രായമാണ് 100. ഒരു സംശയമില്ല. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ 40-50 ഒക്കെ ആകുമ്പോൾ തന്നെ പുറത്തു വരും. ഇതൊരു സംവിധാനമാണല്ലോ. ആ സംവിധാനം പരമാവധി അല്ല കൊണ്ടോകും. അവസാനത്തിൽ അതിനെ താഴ്ത്തിക്കിടും. ആ താഴ്ത്തിക്കിടന്റെ ഭാഗമാണ് സഹോദരങ്ങളെ, ലോകത്ത് വന്നവരൊക്കെ പ്രവാചകന്മാർക്ക് തുല്യമാണത്രേ. എന്തൊരു ആഭാസമാണിത്!
എന്തൊരു തോന്നിവാസമാണിത്! എന്താ ഇതൊക്കെ ഈ പറയുന്നത്? പ്രവാചകന്മാർ വന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമാണോ? ആണോ? ഇവരേത് ഖുർആനാ പഠിച്ചത്? ഏത് ഇസ്ലാമിന്റെ അഖീദയാണ് ഇവർ വായിച്ചത്? ഈ തോന്നിവാസം യാതൊരു മടിയുമില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ, ദീനിന്റെ അടയാളങ്ങളെ മുഖമുദ്രയായി സ്വീകരിച്ച് അഹ്ലുസുന്നയെ അവകാശപ്പെട്ട് ഇങ്ങനെ പറയുകയോ? എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ല മാത്രമാണ് എന്ന് പഠിപ്പിക്കാൻ, അല്ലാതെ കല്ലിനും മരത്തിനും തൂണിലും തുരുമ്പിലും എവിടെയും അള്ളയുണ്ട് എന്ന് വാദിക്കുന്ന, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല, ആ വാദം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. അത്തരക്കാരെ കൂടി ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക്, യഥാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. വജ്തനിബു ത്വാഗൂത്ത്, ദുർമൂർത്തികളെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ശിർക്കിന് വേണ്ടി കൂടൊരുക്കപ്പെട്ടവർ, അതിനുവേണ്ടി ചടഞ്ഞിരിക്കുന്നവർ, അവരെയെല്ലാം തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ വിളിക്കാൻ. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. 950 വർഷക്കാലം നൂഹ് നബി അലൈഹിസ്സലാം ചൂട് സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് അനിഅബുദുല്ലാഹ്, അല്ലാഹനെ ആരാധിക്കും, അവിടേക്കാ വിളിച്ചത്. മനസ്സിലായുണ്ടോ? ആയിഷ ഉമ്മ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കള്ളു കുടിക്കണ്ട, വ്യഭിചരിക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവര് മാറൂല. മറിച്ച് അള്ളയുണ്ട്, അവൻ കാണുന്നു, അവൻ അറിയുന്നു, അവനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ അവർ കള്ളു മാറ്റി, പലിശ ഒഴിവാക്കി, വ്യഭിചാരം ഒഴിവാക്കി. അതാണ് ഇസ്ലാം. ഈ സൂഫിസത്തിന്റെ ജീർണത, അതിന്റെ മാലിന്യം ഇവരിലൂടെ പുറത്തു വരികയാണ്. അപ്പൊ എന്താ അറിയോ? ഇത് കാവി സൂഫികളൂടെ പറഞ്ഞു കഴിഞ്ഞു. കേട്ടോളി. ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയത്. കേട്ടില്ല നിങ്ങള്? നബിതങ്ങള് ഇവിടെ മതം പറയാൻ വന്നിട്ടില്ല, ദീന് പറയാൻ വന്നിട്ടില്ല. ഇവർക്കൊക്കെ എന്ന വെളിച്ചം വെക്കുക, ഇവർ ഷഹാദത്ത് പുതുക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സാക്ഷ്യവാക്യം പുതുക്കട്ടെ അവർ, തൗബ ചെയ്ത് മടങ്ങട്ടെ അവർ. ഇതാണ് നമുക്ക് എല്ലാ സമസ്ത മുസ്ലിയാക്കന്മാരോടും പുരോഹിതന്മാരോടും പറയാനുള്ളത്.